യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പെസഹാകാലം 4-ാമത്തെ ആഴ്ച, വെള്ളിയാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശു പിതാവിലേക്കുള്ള വഴി എന്ന ഹെഡിങ്ങോടുകൂടിയാണ് ഈ ഒരു വചനഭാഗം തുടങ്ങുന്നത് തന്നെ. സങ്കടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയത്തിൽ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോയിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരോടും നോക്കിക്കൊണ്ട് യേശു പറയുന്ന ഒരു വാചകമാണ്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സുവിശേഷ ഭാഗം. ക്രിസ്തുനാഥൻ നമുക്കൊരു ആശ്വാസ വാക്ക് നൽകുകയാണ്. എൻ്റെ ഹൃദയവേദനകളൊക്കെ അറിയാവുന്ന അവിടുന്ന് നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ എന്തിനു പേടിക്കുന്നു? ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കർത്താവ് ഈ ഒരു വചനഭാഗം നമ്മളോടൊക്കെ ചോദിക്കുക. കർത്താവ് വീണ്ടും ഇന്നത്തെ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ അവിടെ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കിയതിന് ശേഷം വീണ്ടും വന്ന്, അതായത് നിങ്ങൾ എന്നോടൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടും പിതാവിൻ്റെ ഭവനത്തിലേക്ക് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കാം. യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ്. നിങ്ങളാരും ഭയപ്പെടേണ്ട, നിങ്ങൾ പിതാവിൻ്റെ അടുക്കലായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വരും എന്ന് നമുക്ക് ഒരു ആശ്വാസ വാക്കുകൾ നൽകിക്കൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ വേദന അനുഭവിക്കുന്ന നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് കർത്താവ് പറഞ്ഞു വയ്ക്കുക. ആയതിനാൽ പ്രിയമുള്ളവരെ, എൻ്റെ ഹൃദയത്തിൽ വേദന നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട് എങ്കിൽ കർത്താവിങ്കിലേക്ക് ഓടി വരിക. കർത്താവ് നമ്മെ നോക്കി പറയും, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കടന്നു പോകുന്നതായിരിക്കും. ആയതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ കർത്താവിങ്കിലേക്ക് ഓടി വരുവാനും കർത്താവിൻ്റെ ആ ഒരു ആശ്വാസ വാക്കുകളിൽ നിന്നുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ തിരികെ പോകുവാനും സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.